ഹലോ, ഇന്ന് നമ്മൾ അവിലോസ് പൊടിയാണ് ഉണ്ടാക്കുന്നത്. നല്ല മഴയത്ത് ചൂട് കട്ടൻ ചായയുടെ കൂടെ അവിലോസ് പൊടി അല്ലെങ്കിൽ അവിലോസ് ഉണ്ട കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇഷ്ടമായിരിക്കും. റെസിപ്പി എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരി 4 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെള്ളം വാർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിങ്ങനെ വാർത്ത് വെച്ചിട്ട് തന്നെ 1 മണിക്കൂറായി. കാരണം വെള്ളം നന്നായിട്ട് വെള്ളത്തിലേക്ക് കയറിയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വെള്ളം വാർന്ന് വരണം. ഒരുപാട് വെള്ളത്തിൻ്റെ അംശം ഇതിലുണ്ടാവാൻ പാടില്ല. അപ്പോൾ വെള്ളം വാർത്ത് വെച്ച് 1 മണിക്കൂർ നേരമെങ്കിലും ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഇത്. ഇനി നമുക്കിത് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി പൊടിച്ചെടുക്കണം. പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പുട്ടിൻ്റെ പൊടിയുടെ പോലെയാണ് ഉണ്ടാവേണ്ടത്. കുറച്ച് തരിയൊക്കെ ഉണ്ടാവണം. പൊടിക്കാത്ത പാർട്ട് അതിലുണ്ടോ നോക്കുക, പൊടിയാതെ കിടക്കുന്നതുണ്ടോ നോക്കണം. ഇപ്പോൾ പുട്ടിൻ്റെ പൊടി പോലെയാണ് ഉണ്ടാവേണ്ടത്. നല്ല നൈസായിട്ട് പൊടിഞ്ഞു പോകരുത്. ഇങ്ങനെ മൊത്തം നമ്മൾ പൊടിച്ചെടുത്തു. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, മധുരമുള്ള ഐറ്റം ആണിത്, എങ്കിലൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ എള്ളിട്ട് കൊടുത്തു. എള്ള് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം സാധാരണ ഇതിൽ ഇടാറുള്ളത് തന്നെയാണ്. എള്ള് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരവിയതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒരു 10 മിനിറ്റ് നേരമെങ്കിലും നമ്മളിങ്ങനെ കൈ കൊണ്ട് മിക്സ് ചെയ്യണം. 2 കൈയും ചേർത്തിട്ട് ഇങ്ങനെ തിരുമ്മണതാണ് ഏറ്റവും ബെറ്റർ. ഈ തേങ്ങയുടെ പാലും ഇതെല്ലാം ഈ പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. തേങ്ങ അങ്ങനെ പീസായിട്ട് കിടക്കുമല്ലോ, വലിയ പീസും ചെറിയ പീസൊക്കെ ഉണ്ടാവും നമ്മൾ ചിരവിയതാണെങ്കിൽ പോലും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഉടച്ചു കൊടുക്കണം. പൊടിയിൽ ഇത് നന്നായിട്ട് മിക്സ് ആവണം. ചിലരൊക്കെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതിൽ ട്രഡീഷണലായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല, പുതിയ ആൾക്കാരൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. അതുപോലെ എള്ളും പണ്ട് കാലത്ത് അങ്ങനെ ചേർത്തിരുന്നില്ല. കരിഞ്ജീരകം ചേർക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ജീരകവും എള്ളും മാത്രമേ ചേർക്കുന്നുള്ളൂ. നന്നായിട്ട് മിക്സ് ആവണം. വലിയ വലിയ കഷ്ണങ്ങളൊന്നും അതിലിങ്ങനെ കിടക്കാൻ പാടില്ല. പുട്ടിൻ്റെ പൊടിയാണല്ലോ, അപ്പോൾ കുറച്ചും കൂടി അങ്ങനെ കട്ടായി പോകാനുള്ള സാധ്യതയില്ല. വെള്ളം നന്നായിട്ട് വാർത്ത് കളയണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ മില്ലിൽ പൊടിച്ചതായാലും കുഴപ്പമില്ല, പുട്ടിന് പൊടിച്ചാൽ മതി, നനച്ചിട്ട് പുട്ടിന് പൊടിച്ചാൽ മതി. ഇപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനിയാണ് ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ്. വറുത്തെടുക്കണം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. കരിഞ്ഞു പോകരുത്, എന്നാൽ എല്ലാ പാർട്ടും നന്നായിട്ട് വേവും വേണം. സാവധാനത്തിൽ ചെയ്യണം. വിറകടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഫ്ലെയിമിൽ ചെറുതായിട്ട് കനലിലിട്ടിട്ട് അങ്ങനെ വറുത്തെടുത്താൽ മതി. നമ്മൾ അടുക്കളപ്പണിയൊക്കെ എടുക്കുമ്പോൾ ആ കൂട്ടത്തിലൂടെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുന്നൊരു പണിയാണിത്. പണ്ട് കാലത്തൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, പല ആൾക്കാരും പ്രായമുള്ള ആൾക്കാർ ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആ അടുപ്പിൽ ഇങ്ങനെ ചെറിയ കനലുള്ള സമയത്ത് അങ്ങനെ വറുത്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ, ഇപ്പോൾ വീഡിയോ ആണല്ലോ, അപ്പോൾ കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുന്നുണ്ട്. ഏകദേശം ഒരു 40 മിനിറ്റോളം ഞാനിങ്ങനെ വറുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, കുറച്ച് കളറൊക്കെ മാറി ഇങ്ങനെ വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കരിയാനുള്ളൊരു പ്രവണത കാണിച്ചു തുടങ്ങും. ആ സമയത്ത് നമ്മൾ നിർത്തണം. കഴിക്കാനായി എന്ന് ഏകദേശം നമുക്ക് മനസ്സിലാവും. മാത്രമല്ല നല്ല സ്മെല്ല് വരും. അത് ചെറിയ ജീരകവും തേങ്ങയും എള്ളും എല്ലാം കൂടിയും കൂട്ടിയിട്ട് നമ്മൾ തിരുമ്മിയതാണല്ലോ, അപ്പോൾ അത് വറുത്ത് വരുമ്പോൾ ഒരു നല്ല സ്മെല്ല് വരും. ആ സമയത്താണ് ഇപ്പോൾ കണ്ടോ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നും ഉണ്ടാവരുത്. തേങ്ങ അങ്ങനെ കഷ്ണങ്ങളായിട്ടോ, അങ്ങനെ ചിരവിയ തേങ്ങയാണെങ്കിൽ പോലും കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഉണ്ടാവരുത്. ഏകദേശം നടുഭാഗം കണ്ടോ കളറ് നന്നായിട്ട് മാറി വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് നമ്മളിത് ഓഫ് ചെയ്യേണ്ടത്. കളർ മാറി വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൈ എടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. തീരെ ചെറിയ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഞാൻ ഇട്ടത്. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിരുന്നു, പിന്നെ ചെറിയ ഫ്ലെയിമിലാക്കി. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇത് പഞ്ചസാര ചേർത്തിട്ടാണ്, ഇപ്പോൾ ഇവിടെയൊക്കെ എല്ലാവരും പഞ്ചസാര ചേർത്തിട്ടാണ് കഴിക്കുക. നമ്മൾ കുറേയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പാത്രത്തിലാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ കഴിക്കുമ്പോൾ പഞ്ചസാര ഇട്ടാൽ മതി. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ പഞ്ചസാര പൊടിച്ച് ചേർക്കുകയാണ്. ഞാൻ മിക്സിയുടെ ജാറിൽ പഞ്ചസാര 1 ഏലക്കായ ചേർത്തിട്ട് പൊടിച്ചു. ഏലക്കായ നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തു. ഇനി ഇത് കഴിക്കുന്ന പണി മാത്രമേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഞ്ചസാര ചേർക്കാതെ അവിലോസ് ഉണ്ടയാണെങ്കിൽ ശർക്കര പാനിയോ അല്ലെങ്കിൽ പഞ്ചസാര പാനിയോ മിക്സ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കുക, നമ്മൾ അരി ഉണ്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ.
അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഒരുപാട് കാലം കേടുകൂടാതിരിക്കും, 6 മാസം വരെയൊക്കെ കേടുകൂടാതിരിക്കും നന്നായിട്ട് വറുത്തെടുത്താൽ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പുറത്തൊക്കെ ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു ഐറ്റമാണ്. പണ്ട് കാലത്തൊക്കെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ എല്ലാവരും ഉണ്ടാക്കി വെക്കും, മഴക്കാലത്ത് കഴിക്കാൻ, കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ കഴിക്കാൻ, 4 മണി ചായക്ക് കഴിക്കാനൊക്കെ. അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായ മാക്സിമം ഷെയർ ചെയ്യുക. ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. Thanks for watching. Bye.